Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് എപ്പോഴും അധികം മൂക്കാത്ത ടെൻഡർ ആയിട്ടുള്ള നല്ല നാടൻ ഇളം ഇഞ്ചിയാണ് നല്ലത്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അധികം മൂക്കാത്ത ഇഞ്ചിയാണെങ്കിൽ നാര് നല്ല കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും വറുത്തെടുക്കാനും ഒക്കെ പറ്റും. ഇനി ഇഞ്ചി നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലാ ഇഞ്ചിയും ഒരേ സൈസിൽ അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വറുത്തെടുക്കുമ്പോൾ പലതിനും പല വേവായി പോവും. അധികം മൂക്കാത്ത നാരില്ലാത്ത ഇഞ്ചിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിൽ ഈ ഒരു ഘനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളിച്ചെണ്ണയിലിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ഇഞ്ചി വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി ഒട്ടും കരിഞ്ഞു പോവാതെ പാകത്തിന് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് പച്ചമുളക് വേണം. ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും വേണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയുടെ 1/4 ഭാഗം ശർക്കരയാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, 3 വറ്റൽമുളക്, കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും വേണം. അപ്പോൾ ഇനി പുളിവെള്ളം തയ്യാറാക്കാനായിട്ട് ഈ പുളിയിലോട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പച്ചമുളക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. പച്ചമുളകും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അളവിൽ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെക്കുക. ചട്ടിക്ക് നല്ല ചൂട് കാണും. മുളക് പൊടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് പൊടി എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ശേഷം ഇതിലോട്ട് പുളിവെള്ളം ചേർക്കാം. ഓരോ പുളി അനുസരിച്ചിട്ടും പുളിയുടെ അളവിൽ മാറ്റം വരും. അപ്പോൾ പുളി നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി പുളിവെള്ളം നന്നായിട്ട് തിളച്ച് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇവിടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. വറുത്ത ഇഞ്ചി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലാണ് ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇഞ്ചിക്കറി ഇലയിൽ വിളമ്പുമ്പോൾ വിളമ്പിയെടുത്തിരിക്കണം, ഒലിച്ചിറങ്ങരുത്. അതായിരിക്കണം ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇതിലോട്ടിനി നമുക്ക് ശർക്കര ചേർക്കാം. ഇതിലോട്ടിനി ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാനായിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. ആദ്യമേ ഒത്തിരി വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇഞ്ചിക്കറി ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പുളി കൂടുതൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ശർക്കര കുറച്ച് ചേർത്താൽ മതിയാകും.
അല്ല മധുരമുള്ള ഇഞ്ചിക്കറിയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി ഏകദേശം വാങ്ങാറായിട്ടുണ്ട്. ഇഞ്ചിക്കറി നല്ലോണം തിളച്ച് എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലെണ്ണയിൽ താളിച്ച് ചേർക്കാം. ഇഞ്ചിക്കറി പെട്ടെന്നൊന്നും കേടാകാതെ ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ അവസാനം നല്ലെണ്ണയിൽ കടുകും ഉലുവയൊക്കെ താളിച്ച് ചേർക്കുന്നതാണ് നല്ലത്. നല്ലെണ്ണ യൂസ് ചെയ്താൽ ഇഞ്ചിക്കറിക്ക് അത്യാവശ്യം നല്ലൊരു ഷെൽഫ് ലൈഫ് കിട്ടും. 2-2.5 ആഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ പോലും വയ്ക്കാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇഞ്ചിക്കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി. അത്യാവശ്യം നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തണുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുറുകും. ഇനി ഈ ഇഞ്ചിക്കറി നന്നായിട്ട് തണുക്കണം. ശേഷം ഒട്ടും ഈർപ്പമില്ലാത്തൊരു ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്ക് ഇഞ്ചിക്കറി മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ, take care and thanks for watching Recipes Recooked.